ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പ്രകൃതിയിലെ പക്ഷികളുടെ അത്ഭുതം നിറഞ്ഞ ലോകത്തേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വലിയ പക്ഷികൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുന്ന കാഴ്ച നിങ്ങൾ കണ്ടിരിക്കാം. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഈ കാഴ്ച ഒന്ന് നോക്കൂ. ഈ ചെറിയ പക്ഷി ഇത്രയും വലിയ ഒരു പക്ഷിക്ക് ആഹാരം നൽകുന്നു. ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണണം. നമ്മുടെ നാട്ടിലൊക്കെ കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പോറ്റുന്നത് നമ്മൾ കേട്ടിരിക്കാം. എന്നാൽ പക്ഷിലോകത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളും അറിവുകളുമാണ് നാം ഇനി അറിയാൻ പോകുന്നത്. ഇവിടെ കുഞ്ഞിപ്പക്ഷി അമ്മയും വലിയ പക്ഷി തൻ്റെ മക്കളും ആണെന്ന് ആ ചെറിയ പക്ഷിയുടെ വിചാരത്താലാണ് അവ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊണ്ട് നൽകുന്നത്. ഈ കുഞ്ഞിപ്പക്ഷി ഇടുന്ന മുട്ട വിരിഞ്ഞാൽ ഇത്ര വലിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈ പക്ഷിക്കറിയാം താനില്ലാത്തപ്പോൾ ചിലപ്പോൾ തൻ്റെ കൂട്ടിൽ ഇവ വന്ന് മുട്ടയിടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ കുയിലിൻ്റെ അതേ സ്വഭാവ ഗുണങ്ങൾ തന്നെയുള്ള ഒരു പക്ഷി തന്നെയാണ് ഈ കുക്കൂസ്. ഇവയ്ക്ക് ഒരിക്കലും മുട്ടയ്ക്ക് അടയിരിക്കാനോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് നൽകാനോ ഒന്നിനും സമയമില്ല. അതുകൊണ്ട് തന്നെ ഇവ മറ്റു പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ രണ്ട് കുക്കു പക്ഷികളും അവയുടെ മുട്ട എവിടെ ഇടണമെന്നുള്ള ഒരു കാര്യം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തു തന്നെയായി ഒരു പക്ഷിക്കൂട് ഉണ്ട്. അതിൽ 2 പക്ഷികളും 4 മുട്ടയുമുണ്ട്. ആ കൂട്ടിൽ എങ്ങനെ മുട്ടയിടാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പക്ഷി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു അവസരം വന്നാൽ അവ അത് ചെയ്യുക തന്നെ ചെയ്യും. കുഞ്ഞിക്കിളി തൻ്റെ കൂട്ടിലെ മുട്ടകളുടെ എണ്ണയെല്ലാം കൃത്യമായി നോക്കുകയും അതിന് അടയിരിക്കുകയും ചെയ്യുകയാണ്. കാരണം താൻ ഇല്ലാത്ത അവസരത്തിൽ ആരെങ്കിലും മുട്ടയിട്ടാൽ അവയുടെ എണ്ണം കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി തന്നെ കുഞ്ഞിക്കിളികൾ മുട്ട കൃത്യമായി നോക്കിവെക്കുന്നു. മുട്ടകളുടെ എണ്ണം കൃത്യമായി കുഞ്ഞിക്കിളികൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മുട്ട വന്നാൽ അവ അത് തിരിച്ചറിയും. ഈ ഒരു അവസരത്തിൽ കുക്കു പക്ഷികൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുഞ്ഞിപ്പക്ഷി തൻ്റെ കൂട്ടിലേക്ക് തന്നെ നോക്കുകയാണ്. കൃത്യമായി 4 മുട്ട തന്നെയുണ്ട്. അവ വീണ്ടും ഉറപ്പുവരുത്തിയ ശേഷം ആഹാരം തേടുന്നതിനായി പറന്നു പോകുന്നു. കൃത്യമായ ഈ അവസരം തന്നെ കുക്കു പക്ഷികൾ പ്രയോജനപ്പെടുത്തുന്നു. അവ നിമിഷം നേരം കൊണ്ട് പറന്ന് കൂട്ടിലെത്തി. കൂട്ടിൽ കിടന്നിരുന്ന 4 മുട്ടയിൽ ഒന്നിനെ അത് കൊക്കുകൊണ്ട് പൊക്കിയെടുത്തു. വളരെ വേഗത്തിൽ തന്നെ തൻ്റെ മുട്ട അത് അതിലേക്ക് നിക്ഷേപിക്കുന്നു. വളരെ വേഗത്തിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ മുട്ടയിടുന്നതിന് വേണ്ടി പ്രകൃതി ഇവർക്ക് തന്നെ ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിക്കിളി ഭക്ഷണം കഴിഞ്ഞ ശേഷം ഇതാ തിരിച്ച് തൻ്റെ കൂട്ടിലേക്ക് വരുന്നു. കൃത്യമായി മുട്ടയിലേക്ക് നോക്കുന്ന കുഞ്ഞിപ്പക്ഷി 4 മുട്ട തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷിക്ക് ഒരു സംശയവുമില്ല, ആരും തൻ്റെ കൂട്ടിൽ വന്നിട്ടില്ല എന്ന് പക്ഷി ഉറപ്പുവരുത്തുന്നു. ഇവയുടെ മുട്ടകളുടെ കളറുകളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. എന്നാൽ കുക്കു പക്ഷികൾ ഇടുന്ന മുട്ടയ്ക്ക് ഒരു അല്പം വലിപ്പം കൂടുതലായിരിക്കും. പക്ഷേ ഇതൊന്നും കുഞ്ഞിപ്പക്ഷിക്ക് തിരിച്ചറിയുവാനുള്ള ശേഷിയില്ല. അവ മുട്ടയ്ക്ക് കൃത്യമായ ദിവസങ്ങൾ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നു. ഇനിയാണ് അത്ഭുതം നിറയുന്ന മറ്റൊരു കാഴ്ച കാണാൻ പോകുന്നത്. കുഞ്ഞിക്കിളിയുടെ കൂട്ടിൽ ഇതേപോലെ കുക്കൂസുകൾ അനേകം മുട്ടകൾ ചിലപ്പോൾ ഇട്ടേക്കാം. പക്ഷേ മുട്ടകളെല്ലാം വിരിഞ്ഞിറങ്ങിയാൽ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുവാൻ കുഞ്ഞിക്കിളിക്ക് സാധിക്കുകയില്ല. ഇതിന് പ്രകൃതി തന്നെ ഒരു വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്.
ആദ്യമേ ഒരു കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയാൽ അവൻ വിരിഞ്ഞിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തൻ്റെ ചുമലിൽ മറ്റു മുട്ടകളെ താങ്ങിക്കൊണ്ട് ഇതുപോലെ പുറത്തേക്ക് തള്ളിയിടുന്നു. പ്രകൃതിയിലെ അത്ഭുതം നിറയുന്ന ഒരു കാഴ്ച ഈ കുഞ്ഞിന് സ്വന്തം കണ്ണുകൾ പോലും കാണാൻ സാധിക്കുകയില്ല. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന മുട്ടകളെയും അതുപോലെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള മറ്റു കുഞ്ഞുങ്ങളെയും ഇവ ഇതുപോലെ തള്ളി പുറത്തേക്കിടും. എന്നാൽ മാത്രമേ പ്രകൃതിയിൽ ഇവയ്ക്ക് സ്വയമേ ജീവിച്ചു പോകുവാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞു മാത്രം നിലനിന്നാൽ മാത്രമേ പ്രകൃതിയിൽ അതിജീവനത്തിന് സാധ്യതയുള്ളൂ. ഈ കുഞ്ഞി പക്ഷിക്ക് ഇവയ്ക്ക് തീറ്റ കൊണ്ടു കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. ജനിക്കുമ്പോൾ തന്നെ തൻ്റെ കൂടെയുള്ള മുട്ടകൾ എല്ലാം പുറത്തേക്ക് തള്ളിക്കളഞ്ഞാൽ മാത്രമേ തനിക്ക് ജീവിക്കുവാൻ സാധിക്കൂ എന്നുള്ളത് ആരും ഈ പക്ഷിക്കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമല്ല. ഒന്ന് ഇല്ലാതായാൽ മാത്രമേ മറ്റതിന് വളർന്ന് വലുതാകാൻ സാധിക്കൂ. അങ്ങനെ കൂട്ടിൽ ഒറ്റയ്ക്ക് രാജാവായി കഴിയുന്ന ഈ പക്ഷിക്കുഞ്ഞ് അമ്മ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വളർന്ന് വലുതാകുന്നു. ഇപ്പോൾ തന്നെ ഇവയ്ക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന അമ്മക്കിളിയേക്കാൾ 5 ഇരട്ടി മുതൽ 6 ഇരട്ടി വരെ വലിപ്പം ഇവയ്ക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ കുഞ്ഞിക്കിളികൾ ഇവ വളർന്ന് വലുതാകുന്നത് വരെ ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ വലുതാക്കാതെ മറ്റു പക്ഷികളുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്ന അത്ഭുതം നിറയുന്ന കാഴ്ച. അതുകൊണ്ടാണ് പല വീഡിയോകളിലും ഇതുപോലെ വലിയ പക്ഷികൾക്ക് ചെറിയ പക്ഷികൾ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇത്രമാത്രം വലുതായിട്ട് പോലും ആ കുഞ്ഞിപ്പക്ഷികൾ തങ്ങളുടെ അരുമ മക്കളാണെന്ന് വിചാരിച്ചാണ് ഇവയ്ക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത്. ഇനി മുട്ടകൾ വിരിഞ്ഞ് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ഏറ്റവും കരുത്തനായ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളെ തള്ളി താഴേക്കിട്ട് കൊല്ലുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പക്ഷിലോകത്ത് ഇതുപോലെ അത്ഭുതം ജനിപ്പിക്കുന്ന അനേകം കാഴ്ചകൾ ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ഇവ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ ചാനലിൻ്റെ അമ്യൂസിംഗ് ബേർഡ് നെസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരിക്കും കാണാൻ പോകുന്നത്. ഒന്നിനെ കൊന്നിട്ട് മറ്റൊന്ന് ജീവിക്കുന്നു. പ്രകൃതിയിലെ ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.